ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ കഥയിലുമുണ്ടൊരു കാര്യം. സ്റ്റോറി തെറാപ്പിയുടെ 101ാമത്തെ സെഷനാണിന്ന്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 100ാമത്തെ ദിവസം ആഘോഷിച്ചു. അപ്പോൾ ഇന്ന് കഥ പറയാൻ നമുക്ക് പുതിയൊരു അതിഥിയാണ് കിട്ടിയിരിക്കുന്നത്, കലാ കല്യാണി. ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്, സൈക്കോതെറാപ്പിസ്റ്റാണ്. കൂട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഒരു സൈക്കോളജി കൗൺസിലിംഗ് സെൻറ്റർ എറണാകുളത്തും പെരുമ്പാവൂരും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരെ അറിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ആ ഫീലിംഗ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും കഥകൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഫീല് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും നമുക്ക് കാതോർക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കലാമാമിനെ. കലാമാം, യു ആർ വെൽക്കം. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടൊന്ന് തുടങ്ങിക്കോളൂ. ഞാന് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് ഒരു 10-15 വർഷമായിട്ടുണ്ടാവും. സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു ഇതിലിരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കോതമംഗലം കോടതിയിൽ നിന്നായിരുന്നു. ഫാമിലി കൗൺസിലറായിട്ടായിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നിർഭയ പ്രൊജക്റ്റിലായിരുന്നു, വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ്. നിർഭയ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ താമസിപ്പിക്കുന്ന ഹോമാണ്, സർക്കാരിന്റെ ഹോമാണ്. അവിടെ ഒരു 4 വർഷം സൈക്കോളജിസ്റ്റ് ആയിട്ടിരുന്നു. അതിനുശേഷം വീണ്ടും വനിതാ ശിശു വികസന വകുപ്പിൽ തന്നെ ICDSലെ സൈക്കോ സോഷ്യൽ കൗൺസിലറായിട്ടാണ് വർക്ക് ചെയ്തത്. അതിപ്പോ ഈ മാർച്ചിൽ ഞാൻ റിസൈൻ ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഗവൺമെന്റിൽ ഇരിക്കുമ്പം നമുക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസ് വരും, പുറത്തേക്ക് ഒത്തിരി സാധ്യതകളൊന്നും നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതിനോടൊപ്പം ഈ ക്ലിനിക്കും ഒക്കെ കൊണ്ടുപോണ്ടി വന്നപ്പം ബുദ്ധിമുട്ടായി ഗവൺമെന്റിൽ ഇരിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ റിസൈൻ ചെയ്ത് ഇറങ്ങുക ചെയ്തത്. അങ്ങനെയാണ്. പിന്നെ PG സൈക്കോളജിയാണ്, MPhil സൈക്കോതെറാപ്പിയാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത്. പിന്നെ TCA എന്ന് പറയുന്ന, ഇപ്പോൾ നിങ്ങൾ U3A ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ അറിയാം. ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടൂൾ ഇപ്പോൾ MG U3A ഏറ്റെടുത്തിട്ട് അത് സ്കൂളുകളിലേക്കൊക്കെ കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നു. അതിനകത്തൊരു കഥയാണ് നമ്മളിപ്പോൾ പറയാൻ വരുന്നതും. ആ ബട്ടർഫ്ലൈ എഫക്റ്റ് ഫെസിലിറ്റേറ്റർ ആണ്. അപ്പൊ ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു അംഗീകാരമുള്ള ഒരു ഫെസിലിറ്റേറ്ററും കൂടിയാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. പിന്നെ പലതരത്തിലുള്ള തെറപ്പീസ്, ഇപ്പൊ NLP പലതരത്തിലുള്ളതുണ്ടല്ലോ, നമുക്ക് അതങ്ങനെയുള്ള തെറപ്പീസ് എല്ലാം അപ്ലൈ ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കഥ പറച്ചിലേക്ക് കടക്കാം അല്ലെ. ഈ ഒരു കഥ എന്ന് പറയുന്നത് പിന്നെ നമ്മള് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പക്ഷെ നമ്മളിലും ഒത്തിരി എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കഥ തന്നെയാണിത്. ഇത് നമ്മള് ഒരു 2018 ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ടൂള്, അതായത് തീം സെന്റേർഡ് ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തെറപ്പി നമ്മളുടെ ഒരു ജർമ്മൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് റൂത്ത് കോൺ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ആ ഗ്രൂപ്പ് തെറാപ്പി തീം സെന്റേർഡ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ആ തീം സെന്റേർഡ് ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് തെറപ്പി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് ആ തെറപ്പി ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന പേരിൽ കോട്ടയത്ത് തന്നെയുള്ള ഡോക്ടർ തോമസ് എബ്രഹാം സാറ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 2 days വർക്ക്ഷോപ്പാണ് അത്. കുട്ടികൾക്കും ഉണ്ട്, പേരൻസിന്, ടീച്ചേഴ്സിനൊക്കെ. ഒരു സ്കൂള്, ബട്ടർഫ്ലൈ സ്കൂളാകാൻ താല്പര്യമുള്ള ഒരു സ്കൂളാണെങ്കിൽ ആ സ്കൂളിൽ ഈ ഒരു തെറപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഡ്രഗ്സിനൊക്കെ എതിരെ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളുടെ ഇടയിൽ നടക്കുന്നത് കൊണ്ട് അത് തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഈ 2-3 തീമും കൂടി, ഡ്രഗ് റിലേറ്റഡ് തീമും കൂടെ ഒക്കെ ഉൾപ്പെടുത്തി അതിപ്പോ MG യൂണിവേഴ്സിറ്റി പരിഷ്കരിച്ചിട്ട് പല ആളുകൾ ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിലേക്ക് പല സ്കൂളുകളിൽ നിന്നും കോള് വരികയും അങ്ങനെ ഫെസിലിറ്റേറ്റേഴ്സ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു ടൂൾ. അപ്പം അതിനകത്തെ ലാസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു തീമാണ്, ആ തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. അതപ്പോ നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, ആ കഥ ശരിക്കും നമ്മളിലേക്കും കൂടി ഒരു ഇൻട്രോസ്പെക്ഷൻ വരുത്തുകയാണെങ്കിൽ നമ്മളും ആ കഥയുടെ ഒരു ഭാഗമായിട്ട് എവിടെയെങ്കിലും ഒക്കെ മാറും എന്നുള്ളതാണ്
അതിന്റെ ഒരു സത്യം. ഇത് ടീച്ചേഴ്സിലേക്ക് കൊടുക്കുമ്പം ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട ആ ഒരു രീതിയിലേക്ക് അതിന്റെ തീം മാറും. പേരൻസിലേക്ക് കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പേരന്റിങ്ങുമായി ബന്ധപ്പെട്ട ആ തീം മാറും. കുട്ടികളിലേക്ക് കൊടുക്കുമ്പോൾ അതിന്റെ രീതിയിൽ മാറും. അങ്ങനെയാണ് ഈ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇത് തോമസ് എബ്രഹാം സാർ കണ്ടുപിടിച്ചൊരു കഥയാണ് കേട്ടോ. അപ്പൊ കഥ തുടങ്ങുന്നത് രണ്ട് പുഴുക്കളുടെ കഥയാണ്. ഒരു പുഴു, ആ പുഴുവിന്റെ പേര് വരയു എന്നാണ്. വേറൊരു പുഴു മഞ്ജു ആണ്. ഈ വരയു ആണ് ആദ്യം മുട്ടയൊക്കെ പൊട്ടിച്ച് പുറത്തു വരുന്നത്. ഇപ്പൊ വരയും മുട്ടയൊക്കെ പൊട്ടിച്ച് പുറത്തു വന്നു. ചുറ്റും ഇങ്ങനെ ഇലകളൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഇല കഴിക്കുക എന്നുള്ളതാണ് ഒരു പുഴുവിന്റെ ധർമ്മം എന്ന് വരയു വിചാരിച്ചു. അങ്ങനെ ഇല കഴിക്കുന്നതിലേക്ക് പുള്ളി ശ്രദ്ധിച്ചു. ഇങ്ങനെ ഇല കഴിച്ച് 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 തടിച്ചു കൊഴുത്ത് ഇങ്ങനെ വരികയാണ്. അപ്പം കുറെ കഴിഞ്ഞപ്പോഴത്തേനും ഇദ്ദേഹത്തിന് ഇത് മടുത്തു കഴിഞ്ഞപ്പം പുള്ളി ചിന്തിച്ചു, ഇനി എന്താണ് ചെയ്യാനുള്ളത്? കുറച്ച് ഇലയൊക്കെ കഴിച്ചിങ്ങനെ ജീവിച്ചാൽ മാത്രം പോരല്ലോ. അപ്പോ ചുറ്റും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പുള്ളി ഇങ്ങനെ നോക്കുമ്പോ, അങ്ങനെ അതിലേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്ന ഒരു വിശാലമായ ലോകമാണെന്നും ഈ ലോകത്തിൽ ഇങ്ങനെ വന്ന് പെട്ടിരിക്കുകയാണ്. താൻ മാത്രമല്ല ഈ ലോകത്തിലുള്ളത്, വേറെ ഒരുപാട് ആളുകളുണ്ട്, ആനിമൽസ് ഒക്കെ ഒത്തിരി പേരുണ്ട്, അതുപോലെ മനുഷ്യരുണ്ട്, വിശാലമായ ഒരു ലോകത്താണ് വന്നു പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇനി വേറെ ചെയ്യാനുണ്ടാവുക എന്ന് ഓർത്ത് ഈ വരയു ദൂരേക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് കുറെ പുഴുക്കള് ഇങ്ങനെ ഒരു തൂണിലേക്ക് വലിഞ്ഞു കയറുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു, ഓ അങ്ങനെ ഇപ്പൊ പുഴുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഇങ്ങനെ തൂണ് കയറാൻ പോണം, അതായിരിക്കും മിക്കവാറും ചെയ്യേണ്ടതെന്ന് പുള്ളി വിചാരിച്ചു. എന്നാൽ ശരി, അങ്ങനെ തന്നെ പോകാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാൻ തീരുമാനിച്ചു. ആ തൂണ് കയറാനായിട്ട് പോവാണ്. അപ്പൊ തൂണ് കയറാൻ പോയി നോക്കുമ്പോ ഒരു തൂണിലേക്ക് ഒരു 10,000-കണക്കിന് പുഴുക്കൾ ഇങ്ങനെ വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നതൊക്കെ പുഴു ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ അദ്ദേഹം തൂണ് കയറാനായിട്ട് പോയി. തൂണ് കയറി തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് അത്ര എളുപ്പമുള്ള ഒരു പണിയൊന്നും അല്ല തൂണ് കയറുക എന്ന് പറയുന്നത്. അപ്പോ തൂണ് കയറി ചെല്ലുമ്പോഴാണ് അങ്ങനെ ചെല്ലുമ്പോ കുറെ പേരിങ്ങനെ ഇങ്ങനെ താഴെ തള്ളി താഴെ ഇടും. അങ്ങനെ താഴെ ഇട്ട് കഴിയുമ്പോൾ വീണ്ടും പിന്നെയും കയറും, പിന്നെയും പതുക്കെ പതുക്കെ ചവിട്ടി കയറും, ആരെങ്കിലും തള്ളി താഴെ ഇടും. അങ്ങനെ ചിലപ്പോൾ ഏറ്റവും താഴേക്ക് പോകും, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒന്നേന്ന് പിന്നെയും തുടങ്ങേണ്ടി വരും. അങ്ങനെയൊക്കെ എന്നാലും ഇങ്ങനെ നിർത്താതെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പുഴുവായിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണമല്ലോ, അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഇത്. അപ്പം ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് മടുത്തു തുടങ്ങിയപ്പോഴാണ് ഈ മഞ്ജു എന്ന് പറയുന്ന പുഴുവിനെ കണ്ടുമുട്ടുന്നത്. അപ്പൊ മഞ്ജുവായി പരിചയപ്പെട്ടു, സൗഹൃദം സ്ഥാപിച്ചു, വിശേഷങ്ങളൊക്കെ കൈമാറി. അപ്പൊ അന്നേരം മഞ്ജുവും പറഞ്ഞു, എനിക്കും ഇത് മടുത്തു തുടങ്ങി, പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ, ചിലപ്പോ ഒരുമിച്ച് കയറി കഴിഞ്ഞാൽ എന്നാ നമുക്ക് ചിലപ്പം ഒരു രസം ഉണ്ടായിരിക്കും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കയറുവാണ്. അപ്പൊ ഇത്തിരി ബോറടി മാറി, എന്നാലും ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കയറുവാണ്. എന്നാലും പഴയതുപോലൊക്കെ തന്നെ കുറച്ചങ്ങ് കയറുമ്പോഴത്തേനും ആരെങ്കിലും ഒക്കെ ചവിട്ടി താഴെ ഇടും, പിന്നെയും കയറും, പിന്നെയും അങ്ങനെ തന്നെ അങ്ങ് ലൈഫ് മുന്നോട്ട് പോവുക. കുറെ കഴിഞ്ഞപ്പോ മഞ്ജു പറഞ്ഞു, ഇതെനിക്ക് ശരിക്കും മടുത്തു. അപ്പൊ വരയും പറഞ്ഞു, ആ ശരി, എനിക്കും ഭയങ്കരമായിട്ട് മടുത്തു. അപ്പൊ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് എന്നാ പതുക്കെ പോയാലോ, നമ്മൾ നേരത്തെ ഇല കഴിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇല വീണ്ടും ഇനി അവിടെ ചെന്നാലും നമുക്ക് ഇല കഴിക്കാം. ഇനി നമ്മൾ രണ്ടുപേരും കൂടി ഉള്ളപ്പം കുറച്ചും കൂടി ആ ജീവിതമായിരിക്കും കുറച്ചും കൂടി നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പഴയ കാര്യത്തിലേക്ക് തന്നെ പോകാം എന്ന് പറഞ്ഞു. അപ്പൊ മഞ്ജുവിന് രണ്ടുപേരും എടുത്തിട്ടാണല്ലോ പറഞ്ഞത്. അപ്പൊ രണ്ടുപേരും പറഞ്ഞു, ശരി എന്നാ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അതിന് ഇറങ്ങിത്തിരിക്കുവാണ്. അപ്പം ഇവര് ഇങ്ങനെ തൂണിന്റെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി വരുമ്പോഴാണ് താഴെ ഒരു 2-3 പുഴുക്കള് ചത്ത് കിടക്കുന്നുണ്ട്. അത് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ചവിട്ടി താഴെ ഇടുമ്പോ ചത്തുപോണതാണ്. ഒരു പുഴുവാണ് ഇങ്ങനെ ചാകാറായി കിടക്കുക. അപ്പൊ ഈ ചാകാറായി കിടക്കുന്ന പുഴു ഇവരോട് പറഞ്ഞു, സത്യത്തില് നമ്മളൊന്നും ഇങ്ങനെ പുഴുക്കളാകാൻ ജനിച്ചതല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ബട്ടർഫ്ലൈ ആകാൻ വേണ്ടി, പൂമ്പാറ്റകളാകാൻ വേണ്ടിയിട്ടുള്ള ജന്മമായിരുന്നു നമ്മളുടേത് എന്ന് പറയുവാണ്.
അപ്പൊ അന്നേരം മഞ്ജുവിന്റെ ഉള്ളിൽ എന്തോ അത് തട്ടി, വരയും അത് ശ്രദ്ധിച്ചില്ല. അവര് രണ്ടുപേരും അങ്ങ് താഴോട്ട് ഇറങ്ങി വീണ്ടും ഇല കഴിച്ച് ജീവിക്കാം എന്നുള്ള ഇതിലങ്ങ് പോവാണ്. അപ്പൊ രണ്ടുപേരും പോയി ഒരു സ്ഥലത്ത് ജീവിച്ചു, അങ്ങ് ഇല കഴിക്കുന്നു. പ്രത്യേകിച്ച് അല്ലലില്ല അലച്ചിലൊന്നും ഇല്ല, ഇഷ്ടം പോലെ ഇലയൊക്കെ കഴിക്കാനുണ്ട്, നല്ല സ്നേഹമുണ്ട് രണ്ടുപേരും തമ്മിൽ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരങ്ങനെ ജീവിച്ചു പോവാണ്. പക്ഷെ എന്നിട്ടും അവർക്ക് മടുത്തു. ആ മടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി, ഓ ഇതും മടുത്തു, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല, കാര്യം അല്ലലച്ചിലൊന്നും ഇല്ലെങ്കിലും എന്താന്നറിയില്ല ബോറടിക്കുവാണ്. അപ്പൊ എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു, മഞ്ജു ചോദിച്ചു. അപ്പൊ പറഞ്ഞു, വരൂ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മടുത്തെങ്കിൽ പിന്നെ ഒരു കാര്യം ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ തൂണിന്റെ മുകളിൽ എന്താണെന്ന് അറിയാതെയാണ് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ തൂണിന്റെ മുകളിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ അത് അറിയാൻ വേണ്ടി പോയാലോ. അപ്പൊ മഞ്ജു പറഞ്ഞു, തൂണിന്റെ മുകളിൽ എന്താണെന്ന് അറിയാനല്ല, എനിക്ക് അതിനേക്കാളും ആഗ്രഹമുള്ളത് ആഹ് അവിടെ നമ്മൾ ഇറങ്ങി പോരാൻ നേരത്ത് ഒരു പുഴു പറഞ്ഞായിരുന്നു, നമ്മളൊക്കെ ചിത്രശലഭമാകാൻ വേണ്ടി ജനിച്ചവരാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ചിത്രശലഭമാകുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നമുക്ക് അന്വേഷിച്ചാലോ, അതെങ്ങനെ ഇരിക്കും എന്ന് മഞ്ജു ചോദിച്ചു. അപ്പം വരയു കളിയാക്കി, നിനക്ക് ചിത്രശലഭത്തിനെ നീ കണ്ടിട്ടുണ്ടോ, ഞാൻ ഇന്ന് വരെ കാണാത്തൊരു ജീവിയാ അത്. അപ്പൊ അതൊക്കെ ആവാൻ പറ്റും എന്ന് പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമ്മൾ കണ്ടത് വിശ്വസിക്കുന്നതാണെങ്കിൽ ഓക്കെ, ഇത് കാണാത്തൊരു കാര്യത്തിന് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അങ്ങനെ കാണാത്തൊരു കാര്യത്തിലൊന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറില്ല. അതുകൊണ്ട് നീ വേണമെങ്കിൽ പൊയ്ക്കോ, ഞാൻ ഏതായാലും ആ വഴിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെയും മഞ്ജു കുറെ നിർബന്ധിച്ചു, നമുക്ക് നോക്കാം എപ്പോഴെങ്കിലും അങ്ങനെ ആവാൻ പറ്റിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നിർബന്ധിച്ചു. പക്ഷെ വരയു അപ്പോഴും ഉറച്ചു തന്നെ നിന്നു, ഇല്ല ഞാൻ വരുന്നില്ല, എന്തായാലും ആ തൂണിന്റെ മുകളിൽ എന്താന്ന് നോക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ മഞ്ജു പറഞ്ഞു, തൂണിന്റെ മുകളിൽ ഇനി ഇനി എന്തായാലും ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് മടുത്തതാണ്, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്, രണ്ടും ഒരുപോലെ മടുത്തതാണ്. അപ്പൊ ഈ ഒരുപോലെ മടുത്ത കാര്യത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ ഇനി യാതൊരു താല്പര്യവും ഇല്ല. അതിനേക്കാളും എന്നെ ചിന്തിപ്പിക്കുന്നത് കുറച്ചും കൂടി ഇനി എന്താണ് ഇങ്ങനെ ഒരു അറിയാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ചു പോകാനാണ് എനിക്ക് താല്പര്യമുള്ളൂ. ഇനി ഇഷ്ടം പോലെ ജീവിതം മുന്നോട്ട് കിടക്കുന്നുണ്ട്, അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കാം എന്ന് മഞ്ജു പറഞ്ഞു. അപ്പൊ അന്നേരം മഞ്ജു ഇപ്പൊ രണ്ടുപേരും ശരി, എന്നാ നീ നിന്റെ ഇഷ്ടത്തിൽ നീ പൊയ്ക്കോളൂ, ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ നോക്കട്ടെ. അപ്പം രണ്ടുപേരും സൗഹൃദപരമായി തന്നെ പിരിയുവാണ്. രണ്ടുപേർക്ക് രണ്ടുപേരുടെയും സ്വാതന്ത്ര്യങ്ങളെ രണ്ടുപേരും റെസ്പെക്ട് ചെയ്തുകൊണ്ട്, രണ്ട് തീരുമാനങ്ങൾ രണ്ടുപേരും അംഗീകരിച്ചുകൊണ്ട്, രണ്ടുപേരുടെയും പേഴ്സണാലിറ്റി ആ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട് രണ്ടുപേരും പിരിഞ്ഞ് രണ്ടു വഴിക്ക് പോയി. അപ്പൊ മഞ്ജു ഇങ്ങനെ വരയും തൂണ് കയറാനായിട്ട് പോയി. പ്രത്യേകിച്ച് ഇനി അറിയാനൊന്നും ഇല്ലല്ലോ, നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പണി ആയതുകൊണ്ട് പുള്ളിക്ക് ടെൻഷനൊന്നുമില്ല, അറിയാവുന്ന കാര്യം ചെയ്യാനായിട്ട് പുള്ളി പോയി. പക്ഷെ മഞ്ജു അന്നേരം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുവാണ്, ഇവിടെ എന്താണ് ഇങ്ങനെയാണ് ചിത്രശലഭമാകാൻ പറ്റുന്നത്, കുറെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഒരു കൊക്കൂണിനകത്ത് ഒരു ഒരു പ്യൂപ്പ സ്റ്റേജില് ഒരു ഇങ്ങനെ തവിട്ടുമുനി എന്നൊക്കെയാണ് ആ പിന്നെ ഒരു പുഴുവിന്റെ ഒരു ഇങ്ങനെ കൊക്കൂണിനകത്തുനിന്ന് ഇങ്ങനെ ഒരു തല പുറത്തു വരുന്നു. അപ്പൊ തവിട്ടുമുനി എന്നാണ് അദ്ദേഹത്തിന് തന്നെ വിശേഷിപ്പിച്ചത്. അപ്പൊ എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ അന്നേരം പറയും, ഇതാണ് കൊക്കൂൺ. ഈ കൊക്കൂണില് ഇങ്ങനെ നമ്മൾ കുറേ നാളിങ്ങനെ പുഴുക്കൾ ഇരിക്കണം. അപ്പൊ അന്നേരം നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ ദ്രവിച്ചു വരും. അപ്പൊ അങ്ങനെ ദ്രവിച്ചു വരുമ്പോ നമ്മളിങ്ങനെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇങ്ങനെ അതിങ്ങനെ നൂലൊക്കെ ചുറ്റി ചുറ്റി നമ്മൾ അതിനകത്ത് കുറേ നാളുകൾ ഇരിക്കണം. അങ്ങനെ ഇരുന്ന് ആ ഒരു കഷ്ടപ്പാട് ഉണ്ട് അതിന്. അങ്ങനെ ഇരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമുക്ക് ചിത്രശലഭമായിട്ട് പുറത്തു വരാൻ പറ്റുന്നത് എന്ന് പറയുവാണ്. അപ്പൊ അന്നേരം മഞ്ജു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്കും ചിത്രശലഭമാകണം, എനിക്ക് ചിത്രശലഭമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇതുപോലെ തന്നെ നീയും ഇരിക്കേണ്ടി വരും, നിന്റെ ശരീരം എല്ലാം ദ്രവിക്കേണ്ടി വരും, പിന്നെ നീ പഴയ ആളൊന്നും ആയിരിക്കില്ല. അതേപോലെ നിനക്ക് ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു വിഷമഘട്ടത്തിൽ ഇരിക്കാൻ നീ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നീയും ഇതുപോലെ ഒരു കൊക്കൂൺ ഉണ്ടാക്കണം. അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ നീ ഒരു ചിത്രശലഭമായി പുറത്തു വരും, താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ ഇരുന്നു. അപ്പം മഞ്ജു അന്നേരം ഇയാളുടെ തൊട്ടിപ്പുറത്ത്
ഒരു കൂട് കൂട്ടുന്നു. അവിടെ അവളുടെ ശരീരമൊക്കെ ദ്രവിച്ച് ആ കൊക്കൂൺ ഇങ്ങനെ ഉണ്ടായി വരുന്നു. എന്നിട്ട് കുറേ നാളുകൾ അതിനകത്തിരുന്ന് കഴിയുമ്പോൾ മഞ്ജു ഒരു ചിത്രശലഭമായിട്ട് തന്നെ പുറത്തു വന്നു എന്നുള്ളതാണ്. അപ്പൊ മഞ്ജു ചിത്രശലഭമായിട്ട് പുറത്തു വരുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത്, ഇവര് വിചാരിച്ചിരുന്നത് പോലെ, ഈ പുഴുക്കൾ വിചാരിച്ചിരുന്നത് പോലെ ഒരു തൂണൊന്നും അല്ല ഉള്ളത്. ഒരു 10,000-കണക്കിന് തൂണുകളിൽ 10,000-കണക്കിന് പുഴുക്കളാണ് ഇങ്ങനെ ആ തൂണിന്റെ മുകളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവള് ഒറ്റ സെക്കൻഡ് കൊണ്ട് പറന്ന് ഈ തൂണിന്റെ ഒക്കെ മുകളിൽ ചെന്ന് നോക്കുമ്പോഴാണ് സത്യത്തിൽ അവിടെ ഒന്നുമില്ല. അപ്പൊ എന്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പുഴുക്കൾ കേറുന്നത്. അതിന് തന്നെ ഇങ്ങനെ ജന്മം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്നേരം മഞ്ജുവിന് തോന്നി, എന്തിനിവരിങ്ങനെ ജന്മം പാഴാക്കണം? ശരിക്കും പറഞ്ഞ കുറച്ച് നാളത്തെ ഒരു കഷ്ടപ്പാടുണ്ട് ഒരു കൊക്കൂണിനകത്ത് ഇരിക്കാൻ. അപ്പൊ ആ കഷ്ടപ്പാടൊക്കെ ഒന്ന് സഹിക്കാൻ ഇവർ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെല്ലാവരും ഇതിന്റെ മുകളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു സെക്കൻഡ് മതിയല്ലോ എന്ന് ഇവള് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ അന്നേരമാണ് വരയുവിനെ കുറിച്ച് ഓർത്തത്. എന്തായാലും ഈ ഒരു രഹസ്യം തന്റെ സുഹൃത്തിനെ തീർച്ചയായിട്ടും അറിയിക്കണം. കാരണം നമ്മൾ നല്ല സൗഹൃദത്തിൽ തന്നെയാണ് പിരിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് വഴക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് എന്തായാലും അറിയിക്കണം എന്ന് വിചാരിച്ച് ആ ഒരു 10,000-കണക്കിന് പുഴുക്കളിൽ നിന്ന് ഈ വരയൂനെ ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെ തെരഞ്ഞു ഒടുവിൽ വരയൂനെ കണ്ടുപിടിച്ചു. വരയൂനെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്, പുഴുവിന്റെ ഭാഷയും ചിത്രശലഭത്തിന്റെ ഭാഷയും രണ്ടും രണ്ടാണ്. അപ്പൊ വരയൂന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഒരു വിധത്തിൽ കുറേ എഫേർട്ടൊക്കെ എടുത്ത് ഇവന് മനസ്സിലാകുന്നത് പോലെ പറഞ്ഞ് ആദ്യം ആരായിരുന്നെന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ കുറെ ബുദ്ധിമുട്ടി. ഞാനാണ് നിന്റെ പഴയ മഞ്ജു ആണ്, ഓർക്കുന്നില്ലേ നമ്മൾ അവിടെ ഇങ്ങനെ പിന്നെ ഇലയൊക്കെ കഴിച്ച് ജീവിച്ചത് ഓർക്കുന്നുണ്ടോ, നമ്മൾ ഒരുമിച്ച് ഈ തൂണ് കയറിയത് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ഈ ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞ് ഇവള് ഒരു വിധത്തിലാണ് മഞ്ജു ആണ് ഇത് എന്ന് അവനെ ഒന്ന് മനസ്സിലാക്കിപ്പിച്ചെടുത്തത്. അതിനുശേഷം പിന്നെ ഇവനോട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു, ഇത് ഇങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റും, അതിനൊരു വഴിയുണ്ട്, നീ ഇറങ്ങി വരണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വന്ന് ഇതുപോലെ കൊക്കുണ്ടാത്തി ഇരിക്കണം, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ നാള് കഴിഞ്ഞാൽ ചിത്രശലഭം ആകും എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊന്നും സമ്മതിച്ചില്ല. അവന് മനസ്സിലായില്ല. പക്ഷെ എഫോർട്ട് കുറെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവന് മനസ്സിലായി. അപ്പൊ അവൻ പതുക്കെ അവിടുന്ന് താഴോട്ട് ഇറങ്ങി വന്നു. അവനും ഇതുപോലെ കൊക്കൂണൊക്കെ ഉണ്ടാക്കി അതിനകത്ത് താമസമായി. കുറേ നാൾ അതിനകത്ത് ഇരുന്നു. അങ്ങനെ വരയുനെ പോലെ തന്നെ, അല്ല മഞ്ജുവിനെ പോലെ തന്നെ വരയു ചിത്രശലഭമായിട്ട് പുറത്തു വന്നു എന്നുള്ളതാണ് ഒരു കഥ. അപ്പൊ ഈ കഥ കേൾക്കുമ്പം നമ്മള് ഇനി ഇതിന്റെ ഈ കഥ കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും എന്താണ് തോന്നുന്നത് എന്നുള്ളതിന്റെ ഇന്ററാക്ഷൻ ആണ് ശരിക്കും വരേണ്ടത്. ശരിക്കും നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു കഥയുടെ ഇത് അവരുടെ ആ അഡോളസന്റ് ഏജും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയാണ് ആ ഗ്രൂപ്പ് തെറാപ്പി കുട്ടികളിലേക്ക് നമ്മൾ എത്തിക്കാറുള്ളത്. ഈ പുഴു എന്ന് പറയുന്നത് അവരുടെ ഒരു മോശ സ്വഭാവങ്ങളുടെയും പിന്നെ ചിത്രശലഭം എന്ന് പറയുന്നത് അവരുടെ നല്ല സ്വഭാവ ശലഭ പ്രവണതയും പുഴു പ്രവണതയും, ഈ രണ്ട് കാര്യങ്ങളുമായിരിക്കും നമ്മൾ കുട്ടികളോട് ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം അവരിൽ ഒരു ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും പിന്നെ ലാസ്റ്റ് കുട്ടികൾക്ക് 2 വർക്ക്ഷോപ്പ് കൊടുക്കുമ്പോൾ ലാസ്റ്റത്തെ തീമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പം ഇത് പേരൻസിൽ കൊടുക്കുവാണെങ്കിൽ നമ്മൾ ചോദിക്കും, ആസ് എ പേരന്റ് നിങ്ങളുടെ പുഴു പ്രവണതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശലഭ പ്രവണതകൾ എന്തൊക്കെയാണ്, നിങ്ങളൊരു നല്ല പേരന്റ് ആയിട്ടിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്, മോശം പേരന്റ് ആയിട്ടിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ബിഹേവിയറൽ ചേഞ്ച് കുട്ടികളിലേക്കും പേരൻസിലേക്കും ഒക്കെ നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റാറുണ്ട്. അത് ആ ഗ്രൂപ്പ് തെറപ്പിയിൽ ഇരിക്കുമ്പോഴാണ് അതങ്ങനെ പോകുന്നത്. അതിന്റെ ഒരു ബിഹേവിയറൽ ചേഞ്ചിലേക്കൊക്കെ വരുന്ന ഒരു സ്റ്റെപ്പുകളൊക്കെ പിന്നീടുണ്ട്. ഏതായാലും കഥ ഇതാണ്. ഈ കഥ കേൾക്കുമ്പോൾ ഒരുപാട്
കുട്ടികളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറയുന്നത്, ആം, എല്ലാവരും എല്ലാം പുഴുക്കള് തന്നെ ഇങ്ങനെ തൂണ് കയറാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, അതെ അതെ മിസ്സേ, ശരിക്കും പറഞ്ഞ ഈ എല്ലാവരും 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞാല് എല്ലാരും എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ CA-ക്കാര്, A+കാര് ഫുള്ള് അവരതിന് പൊക്കോണം എന്നുള്ള ഒരിതാണ് എല്ലാ പുഴുക്കളും ആ തൂണ് കയറാൻ പോണെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത്, ഈ പിള്ളേരെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഉടനെ തന്നെ പഠിച്ച് ഇത്ര വയസ്സിനുള്ളിൽ ജോലി കിട്ടണം അങ്ങനെയൊക്കെയുള്ള, അങ്ങനെ പിള്ളേരുടെ അടുത്തുനിന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വരും. പിന്നെ ചിത്രശലഭം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സ്നേഹത്തിന്റെ ഒരു വിത്ത് പാകുക എന്നുള്ളതാണ് അല്ലെ, ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക് തേൻ നുകരുകയും പരാഗണം നടത്തുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ചിത്രശലഭമായിട്ടിരിക്കുമ്പോൾ ചിത്രശലഭം സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണെന്നാ പറയുന്നത്. അപ്പോൾ പുഴു പക്ഷെ എല്ലാവരും ഇങ്ങനെ അറപ്പോടുകൂടി മാറ്റി നിർത്തുന്ന ഒരു ക്രിയേഷൻ ആണ് എന്ന്. പക്ഷെ അതിനെ എതിർത്ത ഒരു കുട്ടിയുണ്ട് കേട്ടോ, എന്തിനാണ് പുഴുവിനെ വെറുക്കുന്നത്, അതും ഒരു സൃഷ്ടിയല്ലേ എന്ന് ചോദിച്ച ഒരു കുട്ടിയുമുണ്ട്. നമ്മള് പുഴുപ്രവണത എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ അടുത്ത് ചെന്ന് പറയുമ്പം, ഇന്നത്തെ കാലത്തെ കുട്ടികളാണ്, അപ്പൊ അവര് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ പറയുന്നത്, അത് ആ ജീവിക്കും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടാവില്ലേ, ഒരു സൃഷ്ടിയല്ലേ, ആ സൃഷ്ടിക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യം ഈ ഭൂമിയിലില്ലേ എന്ന് ചോദിച്ച കുട്ടികളും ഒക്കെ ഇതിനിടയിലുണ്ട്. അതാണ് കുട്ടികൾ അതിനകത്തെ, ചില പിള്ളേർ അതിനകത്തെ ആ ഒരു പോസിറ്റീവും ഒക്കെ ചിലപ്പോൾ കണ്ടെത്തി കളഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചു കളയും. അങ്ങനെയുള്ള കുട്ടികളും ഒക്കെ ഉണ്ട്. ഓക്കെ മാം. അപ്പോ ഓക്കെ അതാണ്. ഓക്കെ മാം. ഓക്കെ, നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ കേട്ട കഥയിലൂടെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ പാർട്ടാണത്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ 2 സ്റ്റേജസ് ഉണ്ട്. ഈ ആദ്യത്തെ സ്റ്റേജ് ഇല്ലാതെ സെക്കൻഡ് സ്റ്റേജ് ഇല്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ സെക്കൻഡ് സ്റ്റേജിൽ എത്തണമെങ്കിൽ ആദ്യത്തെ സ്റ്റേജ്, അത് എത്ര മോശമാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും എത്ര പ്രയാസകരമാണെങ്കിലും സെക്കൻഡ് സ്റ്റേജിൽ എത്തണമെങ്കിൽ അത് എല്ലാവരുടെ കേസിലും ഒരുപോലെ തന്നെയാണ്. കാരണം ഒരു സ്ട്രഗിൾ ഇല്ലാതെ ഒരു ഹാപ്പിനെസ്സിൻ്റെ തലമില്ല. അപ്പോൾ ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം അത് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. കഥയുടെ ഫൈനൽ ഒരു കൺക്ലൂഷൻ കലാമാമെന്ന് തന്നെ നമുക്ക് വീണ്ടും ചോദിക്കാം അവസാനം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓമന ടീച്ചർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. സർ, ഞാൻ പറയട്ടെ സാബ് സാറേ? അല്ല പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, ഓമന ടീച്ചർ അത് കഴിഞ്ഞാൽ പറഞ്ഞോളൂ. ഈ കഥ കേട്ട് വളരെ രസകരമായിരുന്നു. അതിൻ്റെ യാത്ര, പുഴുവിൻ്റെ യാത്രയും ഒരു യാത്രയായിരുന്നു അത്. യാത്രയിൽ അനുഭവിക്കുന്ന തടസ്സങ്ങളും മടുപ്പ് വരെ വീണ്ടും വീണ്ടും അതേ പ്രവൃത്തി ചെയ്യുന്ന രീതിയുമൊക്കെ നമ്മുടെ മനുഷ്യരുമായി കൂട്ടിയോജിപ്പിക്കുമ്പോൾ സേഫ് സോണിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു യാത്രയായിട്ടാണ് എനിക്കത് തോന്നി, എനിക്ക് അനുഭവപ്പെട്ടത്. നാം സേഫ് സോണിൽ ഇരിക്കുന്നു, അപ്പുറത്ത് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നില്ല. അവിടെ എന്തോ ഉണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ എന്തോ ഉണ്ട്. സേഫ് സോൺ പൊട്ടിക്കണം. ആ പൊട്ടിക്കലില് നമുക്കുണ്ടാവുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ സേഫ് സോണിനപ്പുറത്ത് ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ഈ കഥയിലൂടെ സേഫ് സോൺ പൊട്ടിച്ചു പുറത്തു വരുന്ന ആൾ മറ്റുള്ളവരും മത്സരത്തോടു കൂടി തൂണ് കയറി അറ്റമെത്തുമ്പോൾ പൂജ്യമാകുന്നു. അത് വർഷങ്ങൾ കൊണ്ട് അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ സേഫ് സോൺ കഴിഞ്ഞ് ഒരു ശലഭമായി പറക്കാൻ കഴിയുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് തൂണിന്റെ മുകളിൽ എത്തുകയും അതെന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നല്ല രീതിയിൽ ഈ കഥയിലൂടെ മാം പിന്നെ നമുക്ക് പറഞ്ഞു തന്നു. നരേഷൻ വളരെ നന്നായിരുന്നു. ഈ കുട്ടികൾ കേട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ തന്നെ ഞാനും കേട്ടിരുന്നത്. അവസാനം ആ തൂണിൽ എത്തുന്ന ആ നിമിഷം വരെ അതിനകത്തൊരു രഹസ്യം സൂക്ഷിച്ചതായിട്ട് എനിക്ക് തോന്നി. രഹസ്യം പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ പൂമ്പാറ്റയായി, പൂമ്പാറ്റയാണ് മറ്റേ പാറ്റയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത്. നല്ലൊരു കഥ, മനുഷ്യ ജീവിതത്തിന് പറ്റിയ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു കഥ. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഓമന ടീച്ചർ. താങ്ക് യു സർ. കലാമാം നല്ല ഭംഗിയിൽ കഥ അവതരിപ്പിച്ചു. എനിക്കും ആ പൂവ് കയറാൻ പോകുന്ന കാര്യം മാം ആദ്യം തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ. മറ്റേ കുട്ടികൾക്കും ആർക്ക് എവിടെ വേണേലും കണക്ട് ചെയ്യാം.
അപ്പം ഞാൻ ആ ബ്രില്യൻറ്റും സ്റ്റൈലും ഓർത്തത്. പിന്നെ ഇപ്പം കുട്ടികളെ വളർത്തി ആ ഒരു പുഴുവായി കഴിഞ്ഞാൽ ഉടനെ പിന്നെ എല്ലാം രക്ഷിതാക്കളങ്ങ് തീരുമാനിക്കുകയും അവരുടെ കസ്റ്റഡിയിൽ പുഴുക്കൾ സ്വന്തം ഇഷ്ടത്തിന് പോകുന്നതല്ലല്ലോ തൂണ് കയറാൻ എന്നൊക്കെ തോന്നി. പിന്നെ ഫാമിലി ലൈഫ് ആയാലും പിന്നെ പരസ്പരം മാറ്റാനുള്ള ശ്രമവും മാറ്റിയെടുക്കാനുള്ള ശ്രമം തുടങ്ങും. കുറേ കാലം തൂണ് കയറി കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ പിള്ളേരെ മാറ്റാൻ പോകും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിള്ളേരെ മാറ്റേണ്ട അവസ്ഥ വരും. അപ്പൊ അതും ഈ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നുണ്ടായിരുന്നു, കല്യാണം കഴിച്ച മകനെയും അമ്മയാണ് നിയന്ത്രിക്കുന്നത്. അപ്പോ അങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയുള്ള ശ്രമം, ആ മാറ്റം വരുന്നില്ല. ആ പുഴുവിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയാണ് കൂടുതലും കാണുന്നത്. ചിത്രശലഭത്തിലേക്ക് എത്താൻ പറ്റിയ രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. പുറത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഞാൻ താങ്ക് യു മാം. ഓക്കെ, റോയ് സർ. സാധാരണ രീതിയിൽ പുഴുക്കള് ഇലകളിൽ നിന്ന് ജീവിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ ഇലകളിൽ നിന്ന് ജീവിതം എന്ന് പറയുന്നത് വേറെ അല്ലലുമില്ല, ഒന്നുമില്ല. അവരവരുടെ ജീവൻ നിലനിർത്താനുള്ള ഒരു പരിപാടി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനിടയിൽ ഈ മഞ്ജുവും വരയു എന്ന് പറയുന്ന രണ്ട് പുഴുക്കളെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള അവസരം വന്നു. അപ്പോൾ പുറം ലോകം കാണാൻ പറ്റുകയും അങ്ങനെ തൂണിൽ കയറി അതിൻ്റെ മുകളിൽ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ കയറുന്ന സമയത്ത് എല്ലാവരും കോമ്പറ്റീഷനിലേക്ക് മുകളിലേക്ക് കയറി എല്ലാവരും താഴെ വീഴുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു ശ്രമം നടത്തുന്നതിൻ്റെ റിസ്ക് അവിടെ കാണിക്കുന്നു. അപ്പോൾ പലരും താഴെ വീഴുന്നു, ചത്ത് കിടക്കുന്നു. അപ്പോൾ പരിക്ക് പറ്റിയ പുഴു പറയുകയാണ്, ഇതിലൊക്കെ നല്ലത് ചിത്രശലഭമാകുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് നല്ലതെന്ന് പറയുന്നത്. അങ്ങനെ കുക്കൂണിനകത്ത് പുഴുവെ കാണുന്നു. അപ്പോൾ അതങ്ങനെ ദ്രവിച്ച് രൂപം മാറി വരുന്ന ഭാഗവും അങ്ങനെ ചിത്രശലഭമായി കഴിഞ്ഞപ്പോൾ ചിത്രശലഭമായിരിക്കുന്ന അവസരവും പുഴുവായിരിക്കുന്ന അവസരത്തിലുള്ള വ്യത്യാസങ്ങൾ, അതായത് ഭാഷ പോലും പരസ്പരം പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുണ്ട് രണ്ടിലും. അപ്പോൾ രൂപാന്തരം വരുമ്പോൾ രണ്ടുപേരിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വ്യത്യസ്തമാണ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഈ ഒരു സുഖം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ താൻ ഇഷ്ടപ്പെടുന്ന വരയുവിനോട് മഞ്ജു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനും അതുപോലെ ശ്രമിക്കാനുമുള്ള ഒരു ശ്രമം നടത്തിയതും പിന്നെ ഈ തൂണിന് മുകളിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് ജീവിതത്തിലെ നമ്മുടെ മനുഷ്യ ജീവിതവുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ആശയങ്ങളും ഒക്കെ രൂപപ്പെടുന്നു. അപ്പോ ജീവിതം എന്ന് പറയുന്നത് ഇന്ന് ജീവിക്കുക, ജീവൻ നിലനിർത്താനുള്ള ഒരു ശ്രമവും അതല്ല, വേറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട് എന്ന് പറയുകയും അത് അറ്റൈൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം ഇതിനകത്തൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നു. അഥവാ ഇത് മനസ്സിലാക്കി തന്നു കഴിഞ്ഞാൽ തന്നെയും ആ റിസ്ക് എടുക്കാൻ തയ്യാറില്ലാത്ത ആൾക്കാർ വേറെ ഒത്തിരി ഉണ്ട്. മനസ്സിലാക്കി കഴിഞ്ഞവർ പറയുന്നതെല്ലാം അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. എല്ലാം നമ്മുടെ ജീവിതത്തിലെ പ്രധാന ചില ഘട്ടങ്ങളും അതുകൊണ്ടുള്ള റിസ്കുകളും എല്ലാം വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നതിന് ഈ വരയു മഞ്ജു പുഴുക്കളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കി തരുന്നു. അതിൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈലും അതിനെ കൂടുതൽ ചിന്തിക്കാനും കാണാനും ഈ പുഴുക്കളൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ നടത്താനും പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കലാം മാഡം ഈ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തത്. എനിവേ നല്ലൊരു പ്രസൻറ്റേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി ആശയങ്ങൾ നമ്മൾ ഇതിലൂടെ ആലോചിച്ചാലും കിട്ടുന്നതുമാണ്.
ഇത്രയൊക്കെ എനിക്ക് കഥയെക്കുറിച്ച് പറയാനുള്ളൂ. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ജോഷി സാർ. ഈ സായാഹ്നം വളരെ സുന്ദരമായി എന്നാണ് ആദ്യം പറയട്ടെ. കലാ കല്യാണി വായിച്ചപ്പോൾ ഞാൻ ആദ്യം സൈക്കോളജിസ്റ്റ് എന്നുള്ള അതൊക്കെ കണ്ടപ്പോ ഇന്ന് നമ്മുടെ കഥയില്ലേ, സൈക്കോളജി ക്ലാസ് ആണോ എന്ന് ഞാൻ ആദ്യം ഒന്ന് ശങ്കിച്ചു. പിന്നീട് ഞാനത് സൂക്ഷ്മമായി വായിച്ചു വന്നപ്പോഴാണ് കഥയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പോൾ ഇന്നത്തെ കഥ പലപ്പോഴും നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു സൈക്കോളജിക്കൽ ടച്ചുള്ള നല്ല ഒരു കഥ കുട്ടികൾക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും നല്ലൊരു ചർച്ചയ്ക്കുള്ള പശ്ചാത്തലം ഈ കഥയ്ക്കുണ്ട്. ഇതിലൂടെയുള്ള സന്ദേശം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പ്രയോജനപ്രദമാണെന്നുള്ള കാര്യത്തിന് തർക്കമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കുട്ടികളോട് നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തില് ഈ തിരഞ്ഞെടുപ്പ്, അതായത് ഈ വിദ്യാർത്ഥികൾ ഭാവി കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പല വിധത്തിലുള്ള ചിന്തകൾ ഉണ്ട്. അത് പേരൻസ് പറയുന്നതാണോ ചെയ്യേണ്ടത്, അതോ കുട്ടികൾ തന്നെ അവരെ കണ്ടെത്തിയിട്ട് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് അവർ തന്നെ തീരുമാനിച്ചു പോകുന്നതാണോ? അതൊരു ഇപ്പോഴും എനിക്ക് പല അവസരങ്ങളിലും ചിന്തിക്കും തോറും വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു രംഗമാണ്. പേരൻസ് ഒരുപക്ഷെ ഇന്ന് കുട്ടികളെ പെൺപിള്ളേരെ നഴ്സിംഗിന് പോകാൻ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ പലരും സാധാരണക്കാര് ഒരു ജോലി കിട്ടാനായിട്ടുള്ള ഒരു എളുപ്പമുണ്ട്, അതുകൊണ്ട് എങ്ങനെങ്കിലും അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നാട്ടിലോ ഇനി വിദേശത്തേക്ക് പോകാനുള്ള നല്ല സാധ്യതയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയും ഒരുപാട് വീടുകൾ ആ രീതിയിൽ സാമ്പത്തികമായി മുന്നിൽ വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ള തർക്കമില്ല. ഇനി ഈ ജോലി ചെയ്യുന്നവരെല്ലാം സംതൃപ്തരാണോ എന്നുള്ളത് മറ്റൊരു പ്രശ്നം. ഈ പിള്ളേരുടെ ഇംഗിതത്തിന് തന്നെ വിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് പഠിച്ചിട്ട് നല്ല കാശുമൊക്കെ മുടക്കി പഠിച്ചിട്ട് അവസാനം മെച്ചപ്പെട്ട ഒരു തൊഴിലിൽ എത്തിച്ചേരാൻ പറ്റാതെയും ഒരു വരുമാനത്തിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്ന കുറെ ആളുകളെയും ഒക്കെ കാണുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഈ ചിന്തയിലെ ഒരു ആശയക്കുഴപ്പം പലപ്പോഴും ഉണ്ടാകുന്നത്. എന്നിരുന്നാലും കുട്ടികളുടെ താല്പര്യം അറിഞ്ഞ് പഠിപ്പിക്കുന്നത് നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായക്കാരൻ കൂടിയാണ് ഞാൻ. പഠനത്തിന്റെ കാര്യത്തില്, തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തില് ഒക്കെ തന്നെ അങ്ങനെ ഞാനും ചിന്തിക്കാറുണ്ട്. അതാണ് കുറെ കൂടി നല്ലത്. കാരണം ഇനിയിപ്പോ അപ്പൊ അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിനു മുമ്പ് തന്നെ ബോധ്യപ്പെടുത്തണം. ഇനി നമ്മുടെ ഈ കഥയിലേക്ക് വരുമ്പോൾ അഡ്രസ് ഉള്ള രണ്ട് പുഴുക്കൾ, മഞ്ജുവും വരയും, രണ്ട് പ്രതീകങ്ങളായിട്ട് നമുക്കതിനെ കാണാം. അതാണല്ലോ ഇതിൻ്റെ അകത്തെ മനഃശാസ്ത്രത്തിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത്. രണ്ട് പ്രതീകങ്ങളാണ്. അപ്പൊ ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു കണ്ടെത്താനുള്ള, വിജയിക്കാനുള്ള നമ്മുടെ ഉള്ളിൽ മുകളിലേക്ക്, ഊണിന്റെ മുകളിലേക്ക് പോകുക എന്നുള്ളത് ഒരു യൂത്ത് ആയിരിക്കുമ്പോൾ ഒരു ചലഞ്ചാണല്ലോ. അതിന്റെ അന്ത്യം കാണണം. ഇടയ്ക്ക് വെച്ച് താഴെ പോയാലും വീണ്ടും വീണ്ടും അതിന്റെ മുകളിലെത്താനായിട്ടുള്ള ഒരു വലിയ ത്വര. അത് ഒരുപക്ഷെ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ എന്നെനിക്ക് അറിഞ്ഞൂടാ. മറ്റത് നല്ല ഒരു ഇരുത്തം വന്ന ചിന്ത ആരെങ്കിലും പറഞ്ഞ് കേട്ട് മനസ്സിലാക്കിയതാണ്. നിങ്ങളുടെ സ്ഥിതി ഇതല്ല, നിങ്ങൾ കുറെ കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വളർന്ന്
വലുതാകേണ്ടവരാണ് അതിന് ഒരു ഇത്ര ചെലവുമാകും എന്ന് പറയുന്നത്. അതും തീർച്ചയായിട്ടും നല്ല ഒരു ഗൈഡൻസ് ആണ്. ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ചിന്തിപ്പിക്കാനായിട്ട് ആ ചർച്ചാ ക്ലാസ് തീർച്ചയായിട്ടും ഉപകരിക്കുന്നത് തന്നെയാണ്. കുട്ടികൾക്ക് നല്ല ഒരു സെക്ഷനായിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതിന് തർക്കമില്ല. ഏതായാലും നമുക്ക് എല്ലാവർക്കും നല്ലൊരു സന്ദേശമാണ് കിട്ടിയത്. നമ്മളൊക്കെ എന്താണ് ആകാൻ ഉള്ളത് അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ഈ മുതിർന്നവരായ നമ്മളും നടത്തേണ്ടതുണ്ട്. ഇപ്പൊ പ്രായം എത്തി ഇനിയിപ്പം നമുക്കൊന്നും ആകാനില്ല എന്നുള്ളതല്ല, ഇനിയും പലതും ആകാനുണ്ട്. മനുഷ്യൻ എന്നുള്ള നിലയിൽ മനുഷ്യന്റെ സാധ്യതകൾ അങ്ങനെ വിശാലമായി കിടക്കുമല്ലേ. അപ്പോൾ ആ രീതിയിൽ അതിനെ കാണാനായിട്ട് നമുക്കും സാധിക്കും. തീർച്ചയായിട്ടും ഈ സംഗമത്തിൽ ലഭിച്ചത് നല്ലൊരു സന്ദേശം തന്നെയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. തീർച്ചയായിട്ടും കലാകല്യാണിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നാളെയിൽ വീണ്ടും ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു. രാജു സർ. Thank you, Sabu sir. The Team-Centered Interactions, TCI എന്ന റൂട്ട്കോണിന്റെ കാര്യത്തിൽ പറഞ്ഞു. റൂട്ട്കോൺ അതിൽ കൂടി വന്ന ഒരു കഥയാണെന്നാണ് എബ്രഹാം സാറ്, യുക്രിയയുടെ തോമസ് എബ്രഹാം സാറാണ് ഉൾപ്പെടുത്തിയെടുത്തതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഇതായിരുന്നു. വളരെ ഭംഗിയായിട്ട് മാം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഓരോ നിമിഷവും ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. എല്ലാവർക്കും ശ്രദ്ധിച്ചിരിക്കുന്ന രീതിയിൽ ശ്രദ്ധ പുറമെ പോകാനുള്ള ഒരു അതായത് ഒരു സ്വീകരണ ശക്തി ഉണ്ടായിരുന്നു മാഡത്തിന്റെ ഭാഗത്തങ്ങത്തിൽ. ഇവിടെ പൂക്കളെ കുറിച്ച് പറഞ്ഞു. ആ പൂക്കളിങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഹെൽത്തി കോമ്പറ്റീഷൻ്റെ കാര്യം. പല പുഴുക്കൾ അതിനൊക്കെ തട്ടി താഴെയിടുന്നു. ഹെൽത്തി കോമ്പറ്റീഷൻ അല്ല നടക്കുന്നത്. ഒന്നിങ്ങനെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ തട്ടി താഴെയിടാനും എനിക്ക് മുന്നിലിരിക്കണം. നമ്മുടെ സ്കൂൾ സമ്പ്രദായത്തിൽ എല്ലാവരും എനിക്ക് തന്നെ ഫസ്റ്റ് റാങ്ക് കിട്ടണം, എനിക്ക് തന്നെ ഒന്നാമനാകണമെന്നുള്ള ആ അൺഹെൽത്തി കോമ്പറ്റീഷൻ എല്ലാവർക്കും അതുപോലെ മുന്നിലെത്താൻ സാധിക്കുകയില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോയെങ്കിൽ എല്ലാവർക്കും എത്താൻ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സിസ്റ്റം മാറിയല്ലോ. ഫസ്റ്റ് റാങ്കുകളില്ല. ഇപ്പം ഇതാണ് ഗ്രേഡുകളാണ് മാറ്റിയത് നന്നായി. പിന്നീട് ഇവിടെ ഈ താങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെർബിറ്റ് സ്റ്റേജിൽ കൂടി കടന്നു പോകണം. വളരെയധികം ജ്ഞാനമായിട്ടുള്ള സ്റ്റേജിൽ കൂടി കടന്നു പോകണം. അങ്ങനെയുള്ളവർക്കാണ് ഇത് ഉണ്ടാകുന്നത്. കമൗട്ട് ഫ്ലൈയിങ് കളേഴ്സ് പറ്റി പറയാറുണ്ട്. അതായത് പരീക്ഷയ്ക്ക് വേണ്ടി വളരെയധികം നമ്മൾ ഉറക്കവും ഊണും ഒക്കെ ഉപേക്ഷിച്ച് അങ്ങനെയുള്ളവർക്കാണ് ഈ പറയുന്നതായിട്ട് പരീക്ഷ ജയിക്കാൻ സാധിക്കുന്നത്. കമൗട്ട് ഫ്ലൈയിങ് കളേഴ്സ് പറയാറുണ്ട്. തീർച്ചയായിട്ടും കഥ അതിനോട് ചേർന്നിരിക്കുന്നു. പ്രയോജനപ്പെടുന്ന ഒരു കഥയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നു. ഓക്കെ സർ. ഓക്കെ രാജ് സർ, താങ്ക് യു. ആൻഡ് ഉഷമ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. പ്രിയപ്പെട്ട കലാമാമിന് ഞാൻ ആദ്യമായിട്ട് ഒരുപാട് നന്ദി പറയുന്നു. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ബട്ടർഫ്ലൈ എഫക്ട്സ് എങ്ങനെയായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അതൊരു പുതിയ കൺസെപ്റ്റ് ആണ് എന്ന് മാം പറയുകയുണ്ടായി. 2018 ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അത് ഇപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ ജോസഫ് എബ്രഹാം സാർ അത്
കുട്ടികളിലേക്കും അതുപോലെ തന്നെ സ്കൂളിലേക്കും ഒക്കെ അതിൻ്റെ ഒരു തെറാപ്യൂട്ടിക് മെത്തേഡ്സ് എത്തിക്കുന്ന ഒരു രീതിയെക്കുറിച്ചും കൂടി ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി കലാമാമയുടെ. ഇപ്പം നമ്മളിൽ എല്ലാവരിലും ഉള്ള ഒരു ഭാവങ്ങളാണ്, വ്യത്യസ്ത ഭാവങ്ങളാണ്. അത് മഞ്ജു അല്ലെങ്കിൽ വരയു, ഇവർ രണ്ടുപേരും നമ്മളിൽ ഒരു പേഴ്സണിൽ, ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്ന ഭാവങ്ങൾ തന്നെയാണ്. അവ എങ്ങനെയാണ് അറിവിന്റെ പൂർണ്ണതയിലേക്കും അറിവില്ലായ്മയുടെ അപൂർണതയിലേക്കും എത്തിച്ചേരുക എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് വളരെ രസകരമായ രീതിയിൽ കലാമാമ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ, നമ്മുടെ വർണ്ണ ചിറകുകൾ വിടർത്തി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ അനുഭവിക്കുന്ന സാക്രിഫൈസ്, അതെന്താണെന്ന് തിരിച്ചറിയുക, അത് ആ കൊക്കോണിൽ ഇരിക്കുക, അതിനുശേഷം നമ്മുടെ അത് ദ്രവിച്ചു പോകുമ്പോൾ നമ്മൾ വർണ്ണ ചിറകുകളുള്ള പൂമ്പാറ്റകളായി മാറുക, നമ്മുടെ സ്വപ്നങ്ങൾ ചിറക് വിടർത്തുക, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക, അങ്ങനെയൊക്കെയുള്ളൊരു മനോഹരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇതിനകത്ത് എല്ലാം ഉണ്ട്, സ്നേഹമുണ്ട്, സൗഹൃദമുണ്ട്, അത് വേർപിരിയലുണ്ട്. രണ്ടുപേരും രണ്ട് ദിശകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ പോലും ഒരാൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് വീണ്ടും നമ്മൾ മറ്റുള്ള കൂടെ ഉണ്ടായിരുന്ന ആ സുഹൃത്തിനെ ഓർക്കുകയും അവരിലേക്ക് അത് പകർന്നു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ബോണ്ടിങ്ങും അങ്ങനെ ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഈ കഥയിലൂടെ ലഭിച്ചത്. തീർച്ചയായിട്ടും എനിക്കറിയാം, കലാമാമിനെ ഞാൻ പരിചയപ്പെട്ട ആ നാൾ മുതൽ കലാമ മാനസിക ആരോഗ്യ രംഗത്ത് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് കലാമ. ഇത് നമ്മുടെ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ വരികയും നമ്മളോടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാവുകയും ഈ കഥ മനോഹരമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ഞാൻ നന്ദി പറയുന്നു. കലാമാമിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാനുണ്ടാവും. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇനിയും ക്ലാസ്സിന് വരാനൊക്കെ സാധിക്കട്ടെ എന്നും ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. സാബു സാറിന് നന്ദി പറയുന്നു, കലാമാമിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ശുദ്ധോന ഡോക്ടർ പറയൂ. സാറ് ഞാൻ ഒരു അസുഖമില്ലാതിരിക്കുകയാണ്. എന്നാലും കഥ വളരെ ലളിതമായൊരു കഥയാണെങ്കിലും അത് നമുക്ക് ഒരുപാട് രീതിയിൽ സഹായിക്കുകയും വ്യാഖ്യാനിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കഥയാണ്. ഞാനിന്ന് ഒരു വിദേശ യാത്ര കഴിഞ്ഞിട്ട് വൈറൽ ഫീവറും കൊണ്ട് വന്ന് കിടപ്പാണ്. അപ്പോൾ പത്രം വൈകുന്നേരമാണ് വായിച്ചത്. അപ്പം മലയാള മനോരമയുടെ ലാസ്റ്റ് പേജിൽ ഈ സ്വപ്നം കൈപ്പിടിയിലാക്കാം എന്നും പറഞ്ഞിട്ട് IAS ടോപ്പേഴ്സ് ആയിട്ടുള്ള സോണറ്റ് ജോസും ആൽഫ്രഡ് തോമസ് എന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന ഒരു ഫീച്ചർ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടാണ് വേഗം ഇതിലേക്ക് കയറിയത്. അപ്പൊ ഈ സിവിൽ സർവീസിന് തയ്യാറെടുക്കുന്ന കുട്ടികളോടും അതേപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് എൻട്രൻസിന് പഠിക്കുന്ന കുട്ടികളോടും അതേപോലെ PSC പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവരോടും ഒക്കെ നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാവുന്ന അതിമനോഹരമായ ഒരു സിമ്പിൾ കഥ. ഇതിൽ ഈ പുഴുപ്രവണതയിലാണ് നമ്മളെ മിക്കവാറും എല്ലാവരും. ഒരു കംഫർട്ട് സോൺ കിട്ടിയാൽ അത് വിട്ടു പോവില്ല. പാലക്കാടൻ ഭാഷയെ പറഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ കിട്ടിയാൽ അത് കഞ്ഞിയായിട്ട് തന്നെ കുടിച്ചുകൊണ്ടേയിരിക്കും. അത് ചോറാക്കാനോ ബിരിയാണി ആക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കാറില്ല എന്ന് പറഞ്ഞതുപോലെ. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ ഈ കഥ വളരെ സഹായിക്കും. ഈ പുഴുവിനെ അറപ്പോടെയാണ് മിക്കവാറും എല്ലാവരും മാറ്റി നിർത്തുന്നത്. പുഴു ഇലയൊക്കെ തിന്നുന്ന കാരണം എൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ പുഴുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ജൈവ കീടനാശിനിയൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തളിക്കും. പക്ഷെ ഈ പുഴുക്കളെല്ലാം ഒരു ശലഭത്തിൻ്റെ ഈ മെറ്റമോർഫോസിസിലെ ഒരു സ്റ്റേജ് ആണെന്നുള്ളത് മറന്നിട്ട് ഈ വെണ്ടയുടെ ഇലയിൽ ചുരുണ്ടിരുന്ന് പുഴു തിന്ന് തീർക്കുന്ന ഇല കാണുമ്പം ദേഷ്യപ്പെട്ടിട്ട് അതിന് BHC വാരി എറിയുകയൊക്കെ ചെയ്യും. പക്ഷെ അത് ശലഭമായിട്ട് പറന്നു കഴിഞ്ഞാൽ പൂവിൽ വന്നിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാനും അതിനെ ഇങ്ങനെ ആകർഷകമായിട്ട് കാണാനും ഒക്കെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെയാണ് ഈ പ്രൊഫഷണൽ കോഴ്സിനും മറ്റും പഠിച്ച് ഉന്നത നിലയിലൊക്കെ എത്തിയിട്ട് സിവിൽ സർവീസ് ഒക്കെ കിട്ടി IAS ഒക്കെ ആയി കഴിയുമ്പോൾ ശലഭമായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ബഹുമാനമാണ്, ഇഷ്ടമാണ്, ആകർഷണമാണ്. ഈ പുഴുവായിട്ടിരിക്കുമ്പോൾ വെറുപ്പാണ്. അത് ഒരു പ്രത്യേകിച്ചും വലിയ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ, ടീച്ചേഴ്സും അതേപോലെ തന്നെ ഈ ട്രെയിനിങ്ങിലൂടെയൊക്കെ അവരെ നമുക്ക് മാറ്റിയെടുക്കുന്ന രീതിയിൽ വളരെ സഹായിക്കും. അപ്പോൾ ഈ സാധാരണ ഞങ്ങളുടെ സ്കൂളിലൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ പ്രണയത്തിലാവുമ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള, ഈ സ്കൂളിൽ നീ കണ്ട ചെക്കൻ വെറും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ കപ്പാസിറ്റിയേ ഉള്ളൂ. നീ അത് കഴിഞ്ഞ് ഇനി പഠിച്ചിട്ട് എഞ്ചിനീയറിങ്ങിന് പോകുമ്പോഴും MBBS പോകുമ്പോൾ അവിടെ ഇതിനേക്കാൾ മിടുമിടുക്കനെ നിനക്ക് കാണാൻ പറ്റും.
അതും കഴിഞ്ഞിട്ട് സിവിൽ സർവീസ് കിട്ടി IAS ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് IASകാരായിട്ടുള്ള ചെക്കന്മാരെ കിട്ടുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈല്, അതേപോലെ തന്നെ സംഭാഷണ രീതി, അവരുടെ ഡ്രസ് കോഡൊക്കെ ഈ 10ാം ക്ലാസ്സിൽ വൈക്കോൽ പോലെ മുടിയും വെച്ച് കിടക്കുന്ന പീറച്ചക്കനേക്കാളും മെച്ചമായിട്ട് ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് അത് അവരെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഈ കഥ വളരെ വളരെ ഒരു മെസ്സേജ് തരുന്ന ഒന്നില്. അപ്പൊ ഇത് എന്നോ പണ്ട് പഠിച്ച ഒരു ഈ എന്താണ് സുഭാഷിതം പോലെ പഠിച്ച ഒരെണ്ണം ഓർമ്മ വരുന്നുണ്ട്. പരിശ്രമിച്ചിടുകയിൽ എന്തിനേയും വശത്താക്കാൻ കഴിവുള്ള വണ്ണം ദീർഘമാം കരങ്ങൾ നൽകി നമ്മെ പാരിൽ അയച്ചത് ഈശനോ മറ്റോ ഏതോ ഒരു മലയാളം ടീച്ചർ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ ദീർഘമായ കൈയൊക്കെ ഉണ്ടെങ്കിലും പരിശ്രമിക്കാതെ ഇലയും തിന്ന് ഇങ്ങനെ ഇരിക്കുകയും വെറുതെ തുണി വലിഞ്ഞു കയറാൻ നടക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഒക്കെയുള്ള വലിയൊരു പാഠമാണ്. അധ്യാപകർക്കായാലും വിദ്യാർത്ഥികൾക്കായാലും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനും മക്കളോട് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ല ഗംഭീരമായൊരു കഥ. പക്ഷെ വളരെ ഇറ്റ് ലുക്ക് സോ സിമ്പിൾ. പുഴുപ്രവണതയിൽ നിന്ന് നമുക്കൊരു ശലഭ പ്രവണതയിലേക്ക് ഒക്കെ മാറ്റാൻ ഒരു പ്യൂപ്പൽസ് സ്റ്റേജിൽ ഇരുന്നാൽ കഷ്ടപ്പാടാണ്, ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഉറക്കം ഉളച്ചിരുന്ന് പഠിച്ചാലേ വലിയ വിജയത്തിലൊക്കെ എത്താൻ പറ്റൂ. അതിനുവേണ്ടി കുറെ വിയർപ്പൊഴുക്കണം, കുറെ എന്റർടൈൻമെന്റ് മാറ്റി വെക്കണം, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ. പിന്നെ പെട്ടെന്ന് കുതിച്ച് ശലഭമാകുന്നവരുണ്ട്. വേടൻ ഇപ്പൊ നാളെ ഞങ്ങളുടെ മെയ് 1-ാം തീയതി എൻ്റെ പഞ്ചായത്തിലെ പുള്ളി ഫസ്റ്റിന് 10 ലക്ഷം രൂപ പ്രതിഫലം കൊടുത്ത് വേടന്റെ പരിപാടി വെച്ചിട്ട് 10,000 പേർക്ക് ഇരിക്കാനുള്ള സ്റ്റേജും സീറ്റും ഒക്കെ സജ്ജീകരിച്ചതാണ്. ഭാഗ്യത്തിന് വേടൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് അവൻ മയക്കുമരുന്നിന് അടിമയായിട്ട് കാണിക്കുന്ന പേക്കൂത്തായിരുന്നു അതെന്ന് പറഞ്ഞ് വലിയൊരു സന്ദേശം കൊടുക്കാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് ഈ പൂയപ്പ പൊട്ടിച്ച് പുറത്ത് ചാടുന്നതിന് പകരം സാവകാശത്തിൽ വിജയങ്ങൾ ശരിയായ മാർഗത്തിലൂടെ നേടുക എന്നുള്ള നല്ല മനോഹരമായ ഒരു കഥ കേൾക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ IAS ടോപ്പേഴ്സും ആയിട്ട് കുട്ടികളുടെ സംഭാഷണത്തിന് ശേഷം ഈ കഥ കേട്ടപ്പോൾ എനിക്കത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഈ പറഞ്ഞ ആളിനെ അറിയിക്കുകയാണ്. ശലഭ പ്രവണത അത് നമുക്കൊക്കെ ഇത് എപ്പോഴും ഇടയ്ക്കൊക്കെ ഓർമ്മിച്ചെടുക്കാം. മടുപ്പ് തോന്നുമ്പോഴൊക്കെ നമുക്കൊന്ന് ഈ ഇലതീറ്റ നിർത്തിയിട്ട് ഒരു ധ്യാനത്തിലേക്കൊക്കെ പോയി മിടുക്കരായിട്ട് പുറത്തു വരാനൊക്കെ സഹായിക്കുന്ന ഒരു കഥ എനിക്ക് വളരെ പ്രയോജനകരമായി തോന്നി. ഞാനിനി പലയിടത്തും ഇത് പകർപ്പവകാശമൊന്നും പറയാതെ തന്നെ ഞാൻ ഈ കഥ ഉപയോഗിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് കേസൊന്നും കൊടുക്കരുതെന്നും കൂടെ പറയുന്നു കേട്ടോ. സാറേ, ഒരു ദിവസത്തിന്റെ പല സമയത്തും നമുക്ക് ഈ 2 തരത്തിലുള്ള പ്രവണതകളുണ്ട് അല്ലേ? നമ്മൾ എപ്പോഴൊക്കെ ഡൗൺ ആവും തീർച്ചയായും. അപ്പോഴൊക്കെ നമുക്കൊരു പുഴുപ്രവണതയിലേക്കും അവിടെ നിന്ന് അതെ. ഓവർകം ചെയ്ത് പുറത്തു വരുമ്പോൾ അപ്പൊ ഒരു ഡെയിലി ലൈഫിലുള്ള ഒരു റൂട്ടീൻ പ്രൊസീജിയർ തന്നെയാണ്. പക്ഷെ ഇതിൽ ഈ പുഴുവിന്റെ ആ തലത്തെ നമ്മൾ പറഞ്ഞില്ല സാർ, അത് പുഴുവിന്റെ ഇലയെ പറിച്ചെടുക്കുക മാത്രമല്ല ചവിട്ടി ഞെരിക്കുകയും കൂടെ ചെയ്യും. അത്ര Yes. അത്ര കൃത്യമായിട്ട് അതിനെ അപ്പൊ അവിടെയാണ് ശരിക്കും പ്രോസസ്സ് ചെയ്യേണ്ടത്. അത് അങ്ങനെയാണെന്നും പക്ഷെ അതിന് പകരം നമ്മൾ പെട്ടെന്ന് ശലഭമാകാൻ വേണ്ടി സഹായിക്കുന്ന കുറെ പ്രവണതകൾ ഇപ്പോൾ ഉണ്ട്. അത് നമ്മൾ ബാൻ ചെയ്യും. അതല്ല വേണ്ടത്. അല്ലാതെ ഒരു സ്ലോ ട്രാൻസ്ഫോർമേഷൻ ടൈം ഉണ്ട്. ആ ടൈമിൽ കൂടെ തന്നെ കവർ ചെയ്തു പോകും. ഇനി നാസിം മാം, വിൻസെന്റ് സാർ, ആരെങ്കിലും? താങ്ക് യു സർ, താങ്ക് യു. കല മാം, നല്ലൊരു കഥ. മനുഷ്യന്റെ പല ജീവിതത്തിന്റെ ഘട്ടങ്ങള് കടന്നു പോകുന്നതാണ് ഓർമ്മ വന്നത്. പിന്നെ നമ്മളൊക്കെ ഇതിൽ കൂടെ തന്നെയല്ലേ പോകുന്നുള്ള ചിന്തയും കൂടി എനിക്കുന്നുണ്ട്. അതായത് എന്തിനോ വേണ്ടി ഓടി എപ്പോഴും തീർന്നു പോകുന്ന കുറെ ജീവിതങ്ങള്, ചുറ്റുള്ള മനുഷ്യരുടെ പരക്കം പാച്ചിലുകളൊക്കെ ഈ പുഴുക്കളെ പ്രതിനിധീകരിക്കുന്നതായിട്ട് തോന്നി. അതിനോടൊപ്പം തന്നെ ഒത്തിരി റിസ്ക് എടുത്ത് അതിന്റെ വിജയക്കൊടി പാറിക്കുമ്പോ ഒരു ബട്ടർഫ്ലൈ സ്കില്ല് നേടിക്കഴിയുമ്പോ ഒരുപാട് ആരാധകരും ആകാശത്ത് പറന്ന് നടക്കുന്ന പറവകളോടൊക്കെ പറന്ന് നടക്കുന്ന മനുഷ്യജന്മങ്ങളെ മാറാനുള്ളൊരു ആഹ്വാനം കൂടിയിട്ട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനും മനുഷ്യർക്ക് ഒരു ചിന്താശകലം എറിഞ്ഞു കൊടുക്കാനും പറ്റിയ നല്ലൊരു സൈക്കോളജിക്കൽ സ്റ്റോറി തന്നെയാണ്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഓ ടു സാബ് സർ. വിൻസെന്റ് സാർ എവിടെ? ഞാൻ ഇടയ്ക്ക് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. എനിക്കൊരു ഫോൺ കോൾ വന്ന കാരണം തുടക്കം കേട്ടു. പുഴുക്കളുടെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഞാനത് കേൾക്കണം എന്നുള്ള വളരെ ഇതായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ മുഴുവൻ കേൾക്കാൻ പറ്റില്ല. പക്ഷെ അത് മനസ്സിലായി. ഇപ്പൊ കഥ എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ അതിൻ്റെ അത് മനസ്സിലായി. നല്ലൊരു ആശയമായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ തന്നെ ഈ 2 പുഴുക്കളുടെയും മാനസികാവസ്ഥ ഉണ്ടാവുന്നുള്ള കാര്യം പറഞ്ഞ് ശരിയാണ്. എന്നാലും താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്.
ഓക്കെ, താങ്ക് യു മാം. മാമിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അഡ്മിറ്റ് ചെയ്യും. ആ ഈ കൊക്കൂണ്ടിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു എങ്ങനെയാണ് ഈ പുഴു ശലഭമാകുന്നതെന്നുള്ള ഇത് പറയുന്നുണ്ട്. കൊക്കൂണ്ടിനകത്ത് 2 തരം കോശങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് നോറി ഹഡിൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2% ആണ് ഈ പറയുന്ന ശലഭ കോശങ്ങളുള്ളൂ. ബാക്കിയുള്ളത് പുഴു കോശങ്ങളാണ് ഈ കൊക്കൂണിലിരിക്കുമ്പോൾ. അപ്പൊ കോശങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടാണല്ലോ ഇത് ഉണ്ടാവുന്നത്. അപ്പോ ഈ ഡിവൈഡ് ചെയ്യുമ്പം ഇങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊപ്പോർഷൻ വരുന്നത്. അങ്ങനെയാ. അതായത് 2% ശലഭകോശങ്ങള്, ബാക്കി 98%ഉം പുഴു കോശങ്ങളാണ്. അപ്പൊ കോശങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം, അതിങ്ങനെ പെരുകി വരും എന്നുള്ളതാണ്. അപ്പോ നമ്മള് ചീത്ത സ്വഭാവങ്ങളും നമ്മളിലുണ്ട്, അതേപോലെ തന്നെ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ഈ നെഗറ്റീവാണ് പെരുകി വരുന്നതെങ്കിൽ ഒരു വ്യക്തി വീണ്ടും അങ്ങനെ തന്നെ പുഴുജന്മം പോലെ ആവുകയും പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് ആണ് കൂടുതലും നമ്മളിൽ പെരുകി വരുന്നത് എങ്കിൽ നമ്മളൊരു ബട്ടർഫ്ലൈ പോലെ എല്ലാവർക്കും ആസ്വാദ്യകരമായിട്ടുള്ളൊരു, ഞാനതിനെ ഒരു പേഴ്സണാലിറ്റിയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. കുട്ടികളോട് പറയുമ്പോൾ അവരുടെ ഏജുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അതായത് കുട്ടിയുമല്ല വലുതുമല്ല, അഡോളസെന്റ് ഏജിൽ ശരിക്കും ഒരു പ്യൂപ്പ സ്റ്റേജിൽ ഇരിക്കുന്ന പോലെയാണെന്നുള്ളത് അങ്ങനെ കണക്ട് ചെയ്യും. ആ മുതിർന്ന ആളുകളോട് പറയുമ്പോൾ നമ്മളതൊരു പേഴ്സണാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്താ പറയാറ്. അപ്പോ ഏതിനെയാണോ പരാജയപ്പെടുത്തുന്നത് അത് ആയി മാറും എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, നമ്മളെ ഈ ഒരുപാട് ഏജൊക്കെ ആകുമ്പോഴാണ് ചിലപ്പോൾ മനുഷ്യരെയൊക്കെ ക്ലിനിക്കിലൊക്കെ വരുന്നത്, ഇദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നില്ല, വീട്ടില് ഒട്ടും പറ്റത്തില്ല, സ്വഭാവം വളരെ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് സഹിച്ചു പോകാന്നൊക്കെ പറഞ്ഞ് മക്കളോട് നമ്മൾ ഏറ്റവും അവസാന കാലഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ശരിക്കും ഒരു മനുഷ്യൻ എന്താണെന്നുള്ള ഈ 50-ആം വയസ്സിലൊക്കെ എത്തുമ്പോഴത്തേനെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോട്ടങ്ങളും അല്ലെ, നമ്മുടെ ലൈഫ് എന്തിനായിരുന്നു എന്നുള്ളൊരിതും ഇതെല്ലാം ചിലരാണെങ്കിൽ ഞാൻ എന്തൊക്കെയോ നേടി എന്നുള്ളൊരു ഭയങ്കര ഇതും, ചിലർ ഞാനൊന്നും നേടിയില്ല, എൻ്റെ ലൈഫ് നശിച്ചു പോയി, അങ്ങനെയുള്ള ഒരു ഇതും, അതെല്ലാം ഒരു മനസ്സ് കുറച്ചും കൂടെ ആർദ്രമാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ ഈ പറയുന്ന പോലത്തെ ഒരു ചിത്രശലഭം പോലത്തെ ഒരു പേഴ്സണാലിറ്റി ആവാൻ, എല്ലാരും കാണുമ്പോ ഇങ്ങനെ ആസ്വാദ്യകരമായിട്ട് ഓടി വരുന്ന പോലത്തെ ഒരു ആളാകാൻ നമുക്ക് പറ്റുമോ എന്നുള്ളത്, അതോ നമ്മളെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന പോലത്തെ ഒരാളാകുമോ നമ്മൾ ഏറ്റവും ജീവിതത്തിന്റെ അവസാനം എന്നൊക്കെയുള്ള ഒരു ഇതും അതിനകത്ത് അതിന്റെ കൺക്ലൂഷനായിട്ട് അങ്ങനെ ഞാൻ അതിനെ കണക്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുവാണ്. ഓക്കെ, എന്തായാലും കഥ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ കേട്ടിരുന്ന് അതിന് പല പല മാനങ്ങളൊക്കെ നിങ്ങൾ പലരും പറഞ്ഞു അതിനകത്ത്. അപ്പം നമ്മള് പുഴു പ്രവണതകളെയൊക്കെ പരാജയപ്പെടുത്തി കൂടുതൽ ശലഭ പ്രവണതകളിലേക്ക് നമുക്ക് പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് ചേർത്ത് വെക്കാം. കുറച്ചും കൂടി നല്ലൊരു പേഴ്സണാലിറ്റി, മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമാകുന്ന പേഴ്സണാലിറ്റി എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്കൊക്കെ മാറാൻ പറ്റിയാൽ സമൂഹത്തിലും നമ്മൾ അതിന്റെ റിഫ്ലക്ഷൻസ് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, നമ്മളൊക്കെ പുഴുവാണോ ശലഭമാണോ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ആത്മപരിശോധനയും കൂടെ നടത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതിലുള്ള എല്ലാം സീനിയർ ആൾക്കാരാണ്. സ്വീകാര്യത എന്ന് പറയുന്ന അക്സെപ്റ്റൻസ്, അതേപോലെ നമ്മുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർ സന്തോഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ നമ്മൾ പ്രസന്നവദനരാണോ എന്നൊക്കെ നമുക്കൊന്ന് വിലയിരുത്താനും ഒക്കെ. ശലഭമായോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം ഇതാണ്. പരിക്കേറ്റ് കിടക്കുന്ന പുഴുവായി പോയോ അതോ പറക്കുന്ന ശലഭമായി പോയോ എന്നൊക്കെ നമ്മൾ ഒരു റെട്രോസ്പെക്ഷൻ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. മാഡം പറഞ്ഞതിന്റെ ഒരു കൺക്ലൂഷനായിട്ട് അതിങ്ങനെ കൂടെ ചേർത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. താങ്ക് യു. ഓക്കെ, ഇൻട്രോസ്പെക്ഷന് മാം, വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ താങ്ക് യു വെരി മച്ച് കലാമ. വീണ്ടും നമുക്ക് കാണാം. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ സൈക്കോളജി പരമായിട്ടുള്ള ഒത്തിരി ടോപ്പിക്കുകൾ നമ്മൾ സൗജന്യമായി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 1480ഓളം ദിവസങ്ങളായി, 89ഓളം ദിവസങ്ങളായി. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് ഈ പറയുന്ന സമൂഹത്തെ ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിക്കാം. താങ്ക് യു വൺസ് അഗെയിൻ. ഉഷാ മാമിന് താങ്ക്സ്. താങ്ക് യു ഓൾ. സീ യു.
നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിന്റെ 18ാമത്തെ സെഷനാണ്. വൈകുന്നേരം 7 മണിക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. സി യു ആൻഡ് ഗുഡ് നൈറ്റ്.